ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളും ദൈവിക ഇടപെടലുകളും കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ബൈബിളിലെ 2 അതിശക്തമായ പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത്. വിശ്വാസത്തോടെ ചെല്ലുന്ന ചില പ്രാർത്ഥനകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അത്തരം പ്രാർത്ഥനകളിലൊന്നാണ് യാബസിന്റെ പ്രാർത്ഥന. ബൈബിളിൽ യാബസ് ദൈവത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യം. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇത് വളരെ ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിലും അതിൻ്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ, തൊഴിൽ അന്വേഷിക്കുന്നവർ, പഠനത്തിൽ വിജയം തേടുന്നവർ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നവർ എല്ലാവർക്കും ഈ പ്രാർത്ഥന വലിയ ആശ്വാസവും ശക്തിയും നൽകുന്നു. ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി ഒരു തവണയെങ്കിലും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന സമർപ്പിക്കാം. നമ്മുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി പേര് പറഞ്ഞ് ഈ പ്രാർത്ഥന അർപ്പിക്കാം. ഇനി ജീവിതത്തിൽ ശരിയായ തീരുമാനം എടുക്കുവാൻ സഹായിക്കുന്ന മറ്റൊരു ബൈബിൾ പ്രാർത്ഥനയെക്കുറിച്ച് നോക്കാം. പലപ്പോഴും ജീവിതത്തിൽ നാം ഒരു വഴിത്തിരിവിൽ നിൽക്കാറുണ്ട്. ഏത് ജോലി തിരഞ്ഞെടുക്കണം, ഏത് കോഴ്സ് പഠിക്കണം, ഏത് ബിസിനസ് ആരംഭിക്കണം, എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ പലരെയും അലട്ടാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ സഹായകമായ ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം 25. വഴികൾ അടഞ്ഞുപോയതുപോലെ തോന്നുമ്പോഴും ആശയക്കുഴപ്പങ്ങൾ വർദ്ധിക്കുമ്പോഴും ദൈവത്തിന് മാർഗനിർദ്ദേശം ആവശ്യമായപ്പോൾ ഈ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹമായി മാറും. വിശ്വാസത്തോടെ ദിവസവും കുറച്ചു സമയം മാറ്റിവെച്ച് ഈ സങ്കീർത്തനം വായിക്കാം. ദൈവം നിങ്ങളുടെ മുമ്പിൽ പുതിയ വാതിലുകൾ തുറക്കുകയും നിങ്ങളുടെ ജീവിതയാത്രയിൽ വ്യക്തത നൽകുകയും ചെയ്യും. നമുക്കൊന്നിച്ച് സങ്കീർത്തനം 25 ഒന്ന് ചൊല്ലാം. കർത്താവെ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവെ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്നും വിടുവിക്കും. ദയതോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവരകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കണമേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവെ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവി നൽകണമേ. തീരുമാനങ്ങൾ എടുക്കേണ്ട എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഭയങ്ങളും ആശങ്കകളും അകറ്റി സമാധാനം നൽകണമേ. അങ്ങയുടെ സ്നേഹത്തിലും കരുണയിലും ഞങ്ങളെ എന്നും നിലനിർത്തണമേ. ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ തന്നെയാണ്. ആമേൻ.